നീണ്ടു നിന്നാൽ സ്ഥിതി ഇപ്പോഴത്തെ അവസ്ഥയായിരിക്കില്ല. ആശങ്കപ്പെടുത്തുന്ന പല സാഹചര്യങ്ങളുണ്ടാവും. പലർക്കും വിദേശങ്ങളിലേക്ക് മടങ്ങിപ്പോകേണ്ടവരുണ്ട്, തിരികെ ഇങ്ങോട്ട് വരേണ്ടവരുണ്ട്. ഇവരൊക്കെ താൽക്കാലികമായ യാത്രയൊന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും നീണ്ടുപോയാൽ അത് അവരുടെ ജോലി ജീവിത സാഹചര്യങ്ങളെ അതിഗുരുതരമായി തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന വെല്ലുവിളിയാണ് പൊതുവിൽ ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നത് എന്നതാണ്. എന്തായാലും ട്രംപ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്, തങ്ങൾക്ക് നേരെ വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാവുന്നുണ്ട്. 6th വേവാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലേക്ക് അമേരിക്കൻ ബേസുകൾക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടാവുന്നു എന്നതാണ്. അത് ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ ഒട്ടും ചെറുതായിരിക്കില്ലതാനും. ആ തരത്തിലുള്ള പ്രതിസന്ധി പൊതുവിൽ അവിടെ ഉണ്ടാവുന്നു എന്ന സാഹചര്യം കൂടിയാണ്. ഇതിനിടയിൽ സ്വർണ്ണവില കുതിച്ചുയരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതാണ്, ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമത്തിൽ തന്നെ വലിയ തരത്തിലുള്ള ബാധ്യത വെല്ലുവിളി ഉണ്ടാക്കുമെന്ന സൂചനകൾ തന്നെ. അജയ് സുധാ ബിജു നമുക്കൊപ്പമുണ്ട്. അജയ്, നമ്മൾ പ്രതീക്ഷിച്ചതാണ് എണ്ണവില ഉയരും, അത് ഉറപ്പാണ്. ഒപ്പം സ്വർണ്ണവില, ഇത് ആഗോള വിപണിയിൽ തന്നെ നേരത്തെ ഉക്രൈൻ റഷ്യ സംഘർഷ സമയത്ത് തന്നെ സ്വർണ്ണവിലയിലെ മാറ്റം നമ്മൾ കണ്ടതാണ്. ഇതാ ഇപ്പോഴും ഉയരുന്നു. ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമത്തിൽ തന്നെ വലിയ ബാധ്യത, പ്രതിസന്ധി ഉണ്ടാക്കുമോ പശ്ചിമേഷ്യൻ സംഘർഷം? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആശങ്കകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഈ ഹോർമുസ് കടലിടുക്കിൽ ഉൾപ്പെടെ ഒരു ബ്ലോക്കേജ് ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ ഒരു പ്രത്യാഘാതങ്ങൾ ആഗോള മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ മേഖലയിലുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട ചില പുതിയ അപ്ഡേറ്റുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്നലെ മിനാബിലുള്ള ഒരു എലമെൻ്ററി സ്കൂളിൽ ആക്രമണം നടന്നിരുന്നു. ഇസ്രായേൽ മിസൈൽ പതിച്ച് ആക്രമണം നടന്നതാണ്. ഇവിടെയുള്ള മരണസംഖ്യ ഇപ്പോൾ 148 ഉയർന്നിട്ടുണ്ട്. 148 കുട്ടികൾ ഇവിടെ മരിച്ചു എന്നുള്ള വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഇറാനിലുള്ള സ്പീക്കറായിട്ടുള്ള ഇറാൻ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാക്കർ ഖലീബാഫ്, അദ്ദേഹം അമേരിക്കയ്ക്കും ഇസ്രായേലിനും ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് അമേരിക്ക റെഡ് ലൈൻ ക്രോസ് ചെയ്തു, അമേരിക്ക അതിര് കടന്നു, ഇതിനുള്ള ഫലം അവർ ഇതിനുള്ള ഫലം അനുഭവിക്കുമെന്നാണ് മുഹമ്മദ് ബാക്കർ ഖലീഫ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ മേഖലയിൽ സംഘർഷം അത് കൂടുതൽ കടുത്തുകൊണ്ടിരിക്കുകയാണ്. ദോഹയിൽ കൂടുതൽ സ്ഫോടന ശബ്ദങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജോർദാൻ ഇതിനിടയിൽ കുറച്ച് ഇറാനിയൻ മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്ത് അവർ നശിപ്പിച്ച് കളഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ കുവൈറ്റിലും നിരന്തരം ഇപ്പോൾ ഈ സൈറനുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാധ്യതകൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ട്രംപിൻ്റെ ഒരു പോസ്റ്റാണ് നേരത്തെ ഇങ്ങനെയുള്ളത്. അതിൽ ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം, ഈ സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരു കർശന നിർദ്ദേശം എന്ന് പറയുന്നത്. അതായത് അമേരിക്കയ്ക്കും തക്കതായിട്ടുള്ള തിരിച്ചടികൾ ഇപ്പോൾ നിലവിൽ ലഭിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ 27 മേഖലയിലുള്ള 27 ബേസുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടും ഇറാൻ ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇറാന്റെ 6th വേവ് ഓഫ് അറ്റാക്കാണ് ഇതെന്നാണ് നിലവിൽ വ്യക്തമാകുന്നത്. അപ്പോൾ ഈ വിവരം പുറത്തു വന്നതിന് ശേഷമാണ് ട്രംപിന്റെ പോസ്റ്റ് കൂടി വരുന്നത്. അപ്പോൾ ഇത് വെച്ച് കൂട്ടി വായിച്ചു നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും തിരിച്ചടി ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ട്രംപ് ട്രൂ സോഷ്യൽ വഴിയാണ് ഇപ്പോൾ ഇറാന് ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇറാൻ തിരിച്ചടിച്ചു തുടങ്ങിയിരിക്കുന്നു. മുൻപെങ്ങുമില്ലാത്ത രീതിയിലാണ് ഇറാന്റെ തിരിച്ചടി. ഇത്തരത്തിൽ അവർ തിരിച്ചടി തുടർന്നു കഴിഞ്ഞാൽ വലിയൊരു ഫോഴ്സിൽ ഉള്ള അറ്റാക്ക് നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അത് വലിയൊരു ഭീഷണി തന്നെയാണ്. ഈ ഭീഷണിയിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അമേരിക്കയ്ക്കും തിരിച്ചടി നേരിട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇതിനിടയിൽ US ടൈംസ് സ്ക്വയറിൽ ട്രംപിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ച കൂടി കാണാൻ സാധിച്ചു. ഈ യുദ്ധം ഇപ്പോൾ ട്രംപ് സ്വന്തം ഇഷ്ടപ്രകാരം ഈ യുദ്ധത്തിലേക്ക് കടന്നതിൽ കടുത്ത എതിർപ്പുകൾ ഉണ്ടായിരുന്നു. US കോൺഗ്രസിൽ തന്നെ ഇതിന് വിമർശനങ്ങൾ വന്നിരുന്നു. ഡെമോക്രാറ്റിക് പാർട്ടി പൂർണ്ണമായിട്ടും, അതുപോലെ തന്നെ ട്രംപിന്റെ അനുയായികളായിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള ചില അംഗങ്ങളും ഇതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. US കോൺഗ്രസിന് പിന്നാലെ US-ലെ ചില ജനങ്ങളും ട്രംപിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ടൈംസ് സ്ക്വയറിൽ ഒത്തുകൂടുന്ന ഒരു കാഴ്ച ഉൾപ്പെടെ കണ്ടു. ഇപ്പോൾ ടെഹ്റാനിൽ മാത്രമല്ല US-ലടക്കം ട്രംപിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആക്രമണങ്ങൾ അതിപ്പോഴും മേഖലയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. വിമാനത്താവളങ്ങളിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം അത് തുടർന്നുകൊണ്ട്
കടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇപ്പോൾ ഇറാൻ ആക്രമണങ്ങളിൽ ഹിറ്റ് ചെയ്യപ്പെട്ട വിമാനങ്ങൾ ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനം, അബുദാബി വിമാനത്താവളം, കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം തുടങ്ങി എല്ലായിടത്തും ശക്തമായിട്ടുള്ള ആക്രമണം തന്നെ അവർ നേരിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ദുബായിലും വിമാനത്താവളം കേന്ദ്രീകരിച്ച് ആക്രമണം നടന്നിരുന്നു. ഇതെല്ലാം വലിയ തരത്തിൽ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു തിരിച്ചടി തന്നെയാണ്. ഇവിടങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ ഇനി മുന്നോട്ടുള്ള ഒരു നീക്കം, പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ഒരു നീക്കം, അതും കൂടി ഒരു നിർണായകം തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ട്രംപിന്റെ ഈ നീക്കത്തിൽ പൂർണ്ണമായിട്ടും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എതിരല്ല എന്നതുകൂടി ശ്രദ്ധേയം തന്നെയാണ്. ട്രംപിന് ഇപ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവിടുത്തെ വിമത നേതാവും കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇറാനിലുള്ള നേരത്തെ മുൻപ് കൊല്ലപ്പെട്ടിട്ടുള്ള ഈ മുൻ നേതാവിൻ്റെ മകൻ, അദ്ദേഹം ഇപ്പോൾ ഈ ട്രംപിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അതുൾപ്പെടെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. പുതിയ കമാൻഡർ ഇൻ ചീഫ് അവിടെ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ ന്യൂ വേവ് ഓഫ് അറ്റാക്ക് എന്നതും നിർണായകം തന്നെയാണ്. ഇപ്പോൾ ഈ 27 ബേസുകൾ കേന്ദ്രീകരിച്ച് ഇറാൻ ആക്രമണം നടത്തിയത് അത് പുതിയ അവിടുത്തെ IRGCയുടെ പുതിയ കമാൻഡർ ഇൻ ചീഫായിട്ടുള്ള ഈ ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് വാഹിദി അധികാരത്തിൽ കയറിയതിന് ശേഷമാണ് ഇറാന്റെ ഈ പുതിയ നീക്കം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറാൻ ശക്തമായിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ നേരിടുന്നുണ്ട്. ഇറാനിലുള്ള 30 സ്ഥലങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണങ്ങൾ നടന്നതായിട്ട് നമുക്ക് നിലവിൽ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇറാനിലെ പ്രധാനപ്പെട്ട 30 കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിലെ ഒരു ആക്രമണം എന്നുള്ളതും ഈ മണിക്കൂറിൽ ഒരു നിർണായകമായിട്ടുള്ള കാര്യമാണ്. ഇസ്രായേലിലുള്ള ഒരു ടെൽ ലോഫ് എയർബേസ് ഉൾപ്പെടെ ഇപ്പോൾ നിലവിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരമുണ്ട്. ഇസ്രായേലിലും അതീവ ജാഗ്രത തുടരുകയാണ്. ശരി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.